നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം വളരെ ശക്തമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കാൻ പോവുകയാണെന്നാണ്. പക്ഷേ ഉണ്ടായില്ല. അദ്ദേഹം വളരെ സമയമെടുത്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം യാതൊരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല, ഈ പാർട്ടി അങ്ങേയറ്റം സ്നേഹിക്കുന്നു, ഇപ്പോഴും താൻ ഉൾപ്പെടെയുള്ളവർ കെട്ടിപ്പടുത്തതാണ് ഈ പാർട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പാർട്ടിക്കെതിരായിട്ടൊന്നും ചെയ്യില്ല, ഗവൺമെൻറ്റിനെതിരായി ഞാൻ ഒന്നും പറയില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയും തുടർന്ന് അവിടെ ചില നേതാക്കളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നെ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളും അനിയൻ രക്തസാക്ഷിയായ അനിയൻ്റെ കാര്യത്തിൽ അത് ഓർത്തെടുക്കുക, ആ സമയത്തൊന്നും പാർട്ടിയുടെ വേണ്ടത്ര സപ്പോർട്ട് കിട്ടാതിരുന്നതിനെക്കുറിച്ച് പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഡെസ്കിലിരുന്ന് കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കാൻ പോവുകയാണെന്നാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പറയുന്നത്. സത്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്നതിന് പിന്നിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോഴും പാർട്ടിയുടെ ആളാണ്, മനസ്സിലായില്ലേ? ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, പാർട്ടിയുടെ ആളാണ്, എനിക്കിപ്പോഴും ആ പാരമ്പര്യമുണ്ട്. മറുവശത്ത് നിൽക്കുന്ന പാർട്ടിക്കാണ് തെറ്റുകൾ മുഴുവൻ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തിനാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത്, അപ്പോൾ അതാണ് തിരുത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായിട്ട് സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായൊരു തീരുമാനമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് എന്താ പറയുക നിലപാടുകൾ നമുക്ക് വളരെ ആദരവോടെ തന്നെ നമ്മൾ കാണുകയാണ്. അദ്ദേഹം ഒരു CPM-ൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നാൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് വന്നിട്ട് SFIയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു, അല്ലേ? അപ്പോൾ ആ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിർണായകമായ സംഭാവനകളുണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കാണേണ്ടതാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്, പാർട്ടി വേറെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതിയെ പാർട്ടി ഒരിക്കലും അംഗീകരിക്കില്ല. പാർട്ടി എന്ന് ഞാൻ പറയുമ്പോൾ പാർട്ടി അണികളൊട്ടും അംഗീകരിക്കുന്നില്ല. ഇന്ന് H. സലാം പറഞ്ഞു 15 വോട്ട് കിട്ടില്ല എന്ന്. അമ്പലപ്പുഴ ഏരിയയിൽ 15 വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. അത് സത്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ 15 എന്നുള്ളത് പോട്ടെ, ചിലപ്പോൾ അതിലൊക്കെ കൂടുതൽ പാർട്ടിയുടെ ബന്ധുക്കളിൽ നിന്നാണ് ഈ പറയുന്നത്, അല്ലെ പാർട്ടി അനുഭാവികളിൽ നിന്ന്, പാർട്ടി അണികളുടെ വോട്ടുകളിൽ നിന്നാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു ബൾക്കായിട്ടുള്ള ഒരു വോട്ട് സുധാകരനിലേക്ക് വരാനുള്ള സാധ്യത തീരെ കുറവാണ്.